ചാലക്കുടിയിലും പരിസരങ്ങളിലും ഭീതി പരത്തി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന പുലിയെ മയക്കുവെടി നൽകി പിടികൂടാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഈ തീരുമാനം. ഇതിനായി പോലീസ് സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥലം കണ്ടെത്തും. ഇതിനായുള്ള പരിശോധന പ്രത്യേക ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഊർജിതമാകും. പുലിയെ കാണുന്ന സാഹചര്യത്തിൽ തന്നെ മയക്കുവെടി നൽകാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കും. വെറ്റിനറി ഡോക്ടർ അടക്കമുള്ളവരെ ഇതിനായി നിയോഗിക്കും. നിലവിൽ ഒരു പുലി മാത്രമാണ് ചാലക്കുടി മേഖലയിലുള്ളതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഒന്നിൽ കൂടുതൽ പുലികളുണ്ടെന്ന തരത്തിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. 100 നിരീക്ഷണ ക്യാമറകൾ പുലി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കും. ഇതിനകം 65ഓളം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞെന്നും കളക്ടർ പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, ചാലക്കുടി DFO വെങ്കിടേഷ്, വാഴച്ചാൽ DFO R ലക്ഷ്മി, DYSP K സുമേഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാനമായിട്ടും പുലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മയക്കുവെടി വെക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഡോക്ടേഴ്സ് 3 ഡോക്ടേഴ്സ് നമ്മുടെ ഇവിടെ റെഡിയാണ്. എപ്പോഴാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അത് മയക്കുവെടി വെക്കണമെങ്കിൽ അതിനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും മറ്റ് ബഹുമാനപ്പെട്ട MLAയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ജനപ്രതിനിധി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഇതുവരെ ചെയ്ത നടപടികളും ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളത്. അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പക്മാക്സും മറ്റേ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഫൈനലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണുള്ളതെന്നുള്ള. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് ആദ്യത്തെ കടമ എന്നുള്ളത് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. CCTV ട്രാപ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. 100 എണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത്. 69 നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മറ്റ് കൂടുതലായിട്ട് ആവശ്യം വരുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള CCTV ട്രാപ്സ് സ്ഥാപിക്കും. അപ്പോൾ അത് ലൈവായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ CCTV ദൃശ്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എത്രയും വേഗം അതിൻ്റെ ആക്ഷൻ നടപടി ആക്കാനുള്ളത് നോക്കും. പിന്നെ കൂടുതലായിട്ടുള്ള ടീം നമ്മൾ വിന്യസിക്കും. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇപ്പോൾ ചാലക്കുടി ഡിവിഷൻ്റെ ഒരു 25 പേരും പിന്നെ വാഴച്ചാൽ ഡിവിഷൻ്റെ 15 പേരുമാണ് പ്രവർത്തിക്കുന്നത്. കൂടുതലായിട്ടുള്ള ടീംസ് വിന്യസിക്കാൻ നമ്മൾ തീരുമാനിച്ചു. കൂടാതെ തന്നെ കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ അടിക്കാടുകളുള്ള സ്ഥലങ്ങളിൽ അത് ക്ലിയർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ലാൻഡ് ആണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അടിക്കാട് ക്ലിയർ ചെയ്യാനുള്ള കൂടുതലായിട്ടും സെർച്ച് നടക്കുന്നത് ഈ പുഴയോരങ്ങളിലാണ്. അപ്പം ആ ഒരു സ്ഥലത്താണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ കൂടുതലായിട്ട് പോകാതിരിക്കാൻ നോക്കുക. അതാണ്. പിന്നെ അതിന് പുറമേയുള്ള ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു പുലിയുണ്ട്, 2 പുലിയുണ്ട്, 3 പുലിയുണ്ടെന്നൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൾസ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒരു പുലിയാണുള്ളത്, ഒരു പുലിയായിട്ടാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. മറ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല.